മാന്യപ്രേക്ഷകരെ, എവരിത്തിങ് ഹാപ്പൻസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ പോലീസ് തലപ്പത്ത് വലിയ അഴിച്ചുപണി നടത്തിക്കൊണ്ട് കാക്കിയിലെ പടക്കുതിരകൾ കേരള പോലീസിൽ മുൻനിരയിലേക്ക് വരികയാണ്. പി വിജയന് ക്രമസമാധാനത്തിൻ്റെ ചാർജ് കൊടുത്തുകൊണ്ടും അതേപോലെ തന്നെ ഷൗക്കത്ത് അലിയെ പോലെയുള്ള അനുഭവസമ്പന്നരായ പോലീസുകാരനെ ഉയർത്തിക്കൊണ്ട് കോഴിക്കോട് പോലീസ് കമ്മീഷണറാക്കിക്കൊണ്ടും പഴയ കാലത്തെ മനോജ് ബ്രാഹ്മണിയോ പോലെയുള്ള പോലീസുകാരെയൊക്കെ അതാത് സ്ഥലങ്ങളിൽ നിർത്തിയും അങ്ങനെ പോലീസ് സേന വളരെയധികം ചർച്ചയ്ക്കും അഴിച്ചുപണിക്കും ശേഷം വീണ്ടും റീഷബിൾ ചെയ്ത് പോലീസ് സേനയെ ഉടച്ച് വാർത്തിരിക്കുകയാണ് രമേശ് ചെന്നിത്തലയും നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശനും കൂടി. പഴയ കാല പടക്കുതിരകളെല്ലാം സൈഡിലേക്ക് ഒതുങ്ങി. ഈ അജിത് കുമാറിന് പോലീസിലൊരു സ്ഥാനവുമില്ലാതായി. അങ്ങനെ കാലത്തിൻ്റെ കാവ്യനീതി പോലെ കാലം എല്ലാത്തിനും ഒരു കണക്ക് പറയും എന്നുള്ളത് ഇപ്പോൾ നേരിൽ കണ്ടുകൊണ്ട് ഇരിക്കുകയാണ്. വളരെയധികം കഷ്ടപ്പാടുകളിൽ നിന്നും ഒരു റോൾ മോഡലായിട്ട് ഉയർന്നു വന്നിട്ടുള്ള പി വിജയൻ സാർ, അദ്ദേഹത്തിനെ കഷ്ടപ്പാടിൽ നിന്നും SSLCക്ക് ജയിക്കാൻ പറ്റാതെ കൂലിപ്പണിയും കഷ്ടപ്പാടുകളിൽ നിന്നും പഠിച്ചുയർന്നു വന്ന് സംസ്ഥാനത്തിൻ്റെ ഉന്നത പോലീസ് ഓഫീസറായിട്ട്, ക്രമസമാധാന ചുമതലയുള്ള ഉന്നത പോലീസ് ഓഫീസറായിട്ട് അദ്ദേഹം ചാർജ് കൊടുത്ത് ഒരു മാർഗദർശി, ഒരു റോള് തന്നെ കൊടുത്ത ഈ ഗവൺമെൻറ്റിന്, VDS ഗവൺമെൻറ്റിനും RCക്കും നമുക്ക് ഒരു സല്യൂട്ട് പറയാം. പോലീസ് തലപ്പത്തെ അഴിച്ചുപണി ജനങ്ങളെല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന കാര്യമാണ്. ഇത്രയും സമയമായിട്ട് ഗവൺമെൻറ് എന്താണ് അഴിച്ചുപണിയാത്തത്, ഈ പോലീസുകാരെ എന്താ മാറ്റാത്തത് എന്നൊക്കെയുള്ള ചിന്ത എല്ലാവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ എങ്ങനെയാണെങ്കിലും നേരത്തെ തന്നെ റൂമറുണ്ടായിരുന്നു, ഇൻ്റലിജൻസ് മേധാവിയായിരുന്ന പി വിജയൻ തന്നെ ക്രമസമാധാന ചുമതലയിലേക്ക് വരും. അതേപോലെ കോഴിക്കോട് പോലെ സെൻസിറ്റീവായിട്ടുള്ള ഏരിയയിൽ ഷൗക്കത്ത് അലിയെ പോലെ ഉയർന്നു വന്നിട്ടുള്ള നേരായ കൃത്യനിർവഹണത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്തൊരു ഉദ്യോഗസ്ഥനെ പോലീസ് കമ്മീഷണറാക്കിക്കൊണ്ട് വേറെയുള്ള എല്ലാവരെയും തന്നെ ഗവൺമെൻറ് ഞെട്ടിച്ചു കളഞ്ഞു. അതെന്തായാലും വളരെ നല്ലൊരു കാര്യമാണ്. ഇനി അടുത്ത പോലീസ് മേധാവിയായിട്ട് മിക്കവാറും മനോജ് ഇബ്രാഹിം തന്നെ വരുന്ന സ്ഥിതിയാണ് കാണുന്നത്. എന്താണെങ്കിലും മുഖ്യമന്ത്രിയും UDF ഗവൺമെൻറ് ഒരു നല്ല തീരുമാനം തന്നെ ഇച്ചിരി വൈകിയാണെങ്കിലും എടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓപ്പറേഷൻ തുഫാൻ പോലെയും അതേപോലെ തന്നെ ഈ ഗുണ്ടായുസവും കൊള്ളത്തരവും കക്കലും നക്കലും മുക്കലുമായിട്ടുള്ള പ്രസ്ഥാനങ്ങളും എല്ലാം ഉടച്ചു വാർത്ത് അത് അമ്പലക്കൊള്ളയും ഒക്കെ വെളിയിൽ കൊണ്ടുവന്ന് ഒരു ഇത്രയും 10 കൊല്ലമായിട്ട് ഡീറെയിലായിരുന്ന ഒരു ഗവൺമെൻറ് തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഉള്ള സംഘങ്ങളും കൊള്ളക്കാരും ഗുണ്ടകളും കൂടെ നിറഞ്ഞിരുന്നതിനൊക്കെ മാറ്റം വന്ന് ജനങ്ങൾക്ക് ആശ്വാസപ്രദമായി ഈ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ, പഴയ കേരള സംസ്ഥാനത്തിൻ്റെ പേരും പെരുമയും വീണ്ടെടുക്കുമെന്ന് നമുക്ക് കരുതാം. നന്ദി, നമസ്കാരം സുഹൃത്തുക്കളെ. ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ഔട്ട്.